ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. സെക്കൻഡ് യൂണിറ്റ് ഏതാണ്? അത് ഇമാജിനേഷൻ ആണല്ലേ. ആ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡോൾസ് ജേണി. ഡോൾസ് ജേണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, പാവയല്ലേ. ഒരു പാവയുടെ യാത്ര, ഒരു ഡോളിൻ്റെ യാത്രയല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കിയാലോ കഥ. അപ്പോൾ ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് സൈഡ് ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. എന്തായിരുന്നു? ശനിയാഴ്ചയായിരുന്നു അല്ലേ. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞുള്ളൊരു സമയമായിരുന്നു. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. കാഫ്ക എന്ന് പറയുന്നതാണ് ഇതിലെ സ്റ്റോറിയിൽ ക്യാരക്ടറിൻ്റെ പേരാണ് എന്താണ്? കാഫ്ക. കാഫ്ക എന്ത് ചെയ്യുകയായിരുന്നു? കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലെ ഒരു പാർക്കിലൂടെ ആര് നടക്കുകയായിരുന്നു? അതെ, കാഫ്ക നടക്കുകയായിരുന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷി ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അപ്പോൾ അദ്ദേഹം ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണ് അല്ലേ. ഹി മെറ്റ് എ ഗേൾ. ഗേൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. മെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുമുട്ടി. മീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, കാണുക അല്ലേ. മീറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? യെസ്, മെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഗേൾ എന്തായാലും ചെയ്യുന്നത്? വാസ് ക്രൈയിങ്, ഒരു കരയുന്ന പെൺകുട്ടിയാണല്ലേ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷി ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അവളുടെ ഫേവറേറ്റ് ഡോൾ അവൾക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് അവൾ എന്ത് ചെയ്യുകയായിരുന്നു? കരയുകയായിരുന്നു. കാഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. അപ്പോൾ കാഫ്ക എന്ത് ചെയ്യാണ്? ആ ഡോൾ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവളെ സഹായിക്കുന്നുണ്ടല്ലേ. പക്ഷെ അതെങ്ങനെയായി തീരുകയാണ്? അൺസക്സസ്ഫുള്ളി. അതായത് അദ്ദേഹത്തിനും ആ കുട്ടിക്കും ആ ഡോളിനെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഹി കൺസോൾഡ് ഹെർ. അപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ്? അവളെ ആശ്വസിപ്പിച്ചു. കൺസോൾഡ് മീൻസ് ആശ്വസിപ്പിച്ചു. ഹി ആൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ടു ലുക്കിംഗ് ഫോർ ദ ഡോൾ. അപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ്? പ്രോമിസ് ചെയ്യാണ് അല്ലേ. അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം? നിന്റെ ഡോളിനെ അന്വേഷിക്കാമെന്ന് അദ്ദേഹം അവളോട് പ്രോമിസ് ചെയ്യാണ്. ദ നെക്സ്റ്റ് ഡേ ദേ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. അടുത്ത ദിവസം അങ്ങനെ അവരെന്താണ്? ഈവനിങ്ങിൽ പാർക്കിൽ കണ്ടുമുട്ടുകയാണ്. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു, നോക്കൂ. വാട്ട് ഡിഡ് കാഫ്ക പ്രോമിസ് ദ ഗേൾ? എന്താണ് കാഫ്ക ആ പെൺകുട്ടിക്ക് പ്രോമിസ് ചെയ്തത്? എന്തായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. എന്താ കൂട്ടുകാരെ പ്രോമിസ് ചെയ്ത് കൊടുത്തത്? Yes, Kafka promised the girl to join her the following day in her search for a lost doll. അതായത് ഡോളിനെ അന്വേഷിക്കാനായിട്ട് പിറ്റേ ദിവസവും അദ്ദേഹം പെൺകുട്ടിയുടെ കൂടെ കൂടാമെന്നാണല്ലേ പ്രോമിസ് ചെയ്ത് കൊടുത്തത്. ആൻസർ എന്താണ്? കാഫ്ക പ്രോമിസ്ഡ് ദ ഗേൾ ടു ജോയിൻ ഹെർ ദ ഫോളോയിങ് ഡേ ഇൻ ഹെർ സെർച്ച് ഫോർ ഹെർ ലോസ്റ്റ് ഡോൾ. Okay, then next നോക്കാം. After searching for some time, Kafka pretended that he had found a letter under a bench in the park. അപ്പോൾ എന്താ കാഫ്ക ചെയ്യുന്നത്? ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം, കുറച്ച് സമയമൊക്കെ എന്ത് ചെയ്യണം? ഡോളിനെ തിരയുകയാണല്ലേ. എന്നിട്ട് കാഫ്ക പ്രിറ്റൻഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. പാർക്കിൽ എന്തുണ്ടായിരുന്നു? നോക്കൂ, ഇവിടെ ചിത്രം നോക്കൂ, ഒരു ബെഞ്ച് കാണാനുണ്ടല്ലേ. ബെഞ്ചിൻ്റെ ചുവട്ടിൽ നിന്നായിട്ട് ഒരു ലെറ്റർ കിട്ടുന്നതായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? പ്രിറ്റൻഡ് ചെയ്യാണ്, അഭിനയിക്കുകയാണ് അല്ലേ. അദ്ദേഹം അതായത് അവിടെ ശരിക്കൊരു കത്ത് കിടക്കുന്നതായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അഭിനയിക്കുകയാണ്, പ്രിറ്റൻഡ് ചെയ്യാണ്. ഹി ഗാവ് ദ ലെറ്റർ ടു ദ ഗേൾ. അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ ഗേളിന് ആ ലെറ്റർ കൊടുക്കുകയാണ്. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മീൻ ടു ബി ഫോം ഡോൾ. അതെങ്ങനെയുള്ള ലെറ്റർ ആയിരുന്നു? ഡോൾ എഴുതിയിട്ടുള്ളതായിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു അത്. ഡോണ്ട് വറി എബൌട്ട് മീ ദ ലെറ്റർ സാഡ്. അപ്പം ലെറ്ററിലൂടെ എന്താ പറയുന്നത്? ഡോണ്ട് വറി എബൌട്ട് മീ, നീ എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ എന്താണ്? ഈ വേൾഡ് ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഒരു ട്രിപ്പ് പോയിരിക്കുകയാണെന്ന് പറയാണ്. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. വളരെ എക്സൈറ്റിംഗ് ആണ്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ ആം ബാക്ക്. ഞാൻ നിന്നോട് തിരിച്ചു വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാം. ഇതായിരുന്നല്ല ലെറ്ററിൽ ഉണ്ടായിരുന്നത്. യെസ്, ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റർ ഫ്രം ദ ഡോൾ. ഷീ റോട്ട് അബൌട്ട് ദ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. ദ ലെറ്റർ ഡിലൈറ്റഡ് ദ ഗേൾ. അപ്പോൾ എന്താണ്? ഈ ഡോളിൽ നിന്ന് ഇതുപോലെ കത്തുകൾ തുടർച്ചയായിട്ട് ആ പെൺകുട്ടിക്ക് കിട്ടി. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽസ്.
അപ്പോൾ അതിൽ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ അല്ലേ, അതായത് സാഹസികതകളെ കുറിച്ചിട്ടൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ദ ലെറ്റർ ഡിലൈറ്റഡ് ദ ഗേൾ. ലെറ്റർ എന്താണ്, പെൺകുട്ടിയെ എന്താക്കി, ഡിലൈറ്റഡ് മീൻസ് സന്തോഷത്തിലാക്കി അല്ലേ, ഡിലൈറ്റ് മീൻസ് ഹാപ്പിയാക്കി. This went for some time, but Kafka noticed that girl was becoming moody as days passed. She badly wanted her doll to come back, and Kafka felt that he could not make up letters indefinitely. Finally, he found a way out. Yes, this went for some time, but Kafka noticed that girl was becoming moody as days passed. ദിവസം കടന്നു പോകുന്നതോറും എന്താണ്, ആ പെൺകുട്ടി മൂടിയായിട്ടല്ലേ, അതായത് അവൾ ദുഃഖിതയായിട്ട് കാഫ്ക മനസ്സിലാക്കി. Then she badly wanted her doll to come back, and Kafka felt that he could not make up letters indefinitely. Finally, he found a way out. അവൾക്ക് എന്താണ്, അവൾക്ക് അവളുടെ ഡോള് തിരിച്ചു കിട്ടണം അല്ലേ. കാഫ്ക അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്, കൂടുതൽ ദിവസം അവളെ കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. അവസാനം അദ്ദേഹം ഒരു വഴി കണ്ടുപിടിച്ചു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നൽകിയിട്ടില്ല. എന്താ കൂട്ടുകാരെ, വൈ വാസ് ദ ഗേൾ മൂഡി. എന്തുകൊണ്ടായിരുന്നു ആ പെൺകുട്ടി ദുഃഖിതയായിരുന്നത്, മൂടിയായിട്ടിരുന്നത്, എന്താണ് അതിൻ്റെ റീസൺ, എന്തുകൊണ്ടായിരുന്നു? യെസ്, നമുക്ക് ആൻസർ എഴുതാം. എന്താണ്, ഡോളിൻ്റെ എഴുത്തുകൾ കിട്ടുന്നുണ്ടെങ്കിലും അവളെ കാണാൻ പറ്റുന്നില്ല, വിഷമമായിരിക്കും അല്ലേ ചിലപ്പോൾ. അപ്പോൾ നമുക്ക് എഴുതാം, ദ ഗേൾ വാസ് മൂഡി ബിക്കോസ് ഓൾദോ ഷീ വാസ് ഗെറ്റിംഗ് ലെറ്റേഴ്സ് ഫ്രം ഹെർ മിസ്സിംഗ് ഡോൾ ഷീ വാസ് നോട്ട് ഏബിൾ ടു സീ ഹർ. എന്താണ്, ദ ഗേൾ വാസ് മൂഡി, പെൺകുട്ടി ദുഃഖിതയായിരുന്നു. ബിക്കോസ് കാരണം, ഓൾദോ ഷീ വാസ് ഗെറ്റിംഗ് ലെറ്റർ ഫ്രം മിസ്സിംഗ് ഡോൾ, അവൾക്ക് എന്താണ്, അവളുടെ മിസ്സിംഗ് ഡോളിന് ലെറ്റേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ഷീ വാസ് നോട്ട് ഏബിൾ ടു സീ ഹർ, അവളെ കാണാൻ പറ്റുന്നില്ലല്ലോ, വിഷമമായിരിക്കും അല്ലേ, അവളെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമം കാരണമായിരിക്കും ഡോളിന് എന്താണ്, ഗേള് മൂടിയായിട്ടിരുന്നത്, ഗേള് ദുഃഖിതയായിട്ട് ഇരുന്നത്. ഓക്കെ, then നെക്സ്റ്റ് നോക്കാം. There were no letters from some days. കുറച്ച് ദിവസം എന്താണ്, ലെറ്റേഴ്സ് ഒന്നും വന്നില്ലല്ലേ. ദ വൺ ഡേ കാഫ്ക ടോൾഡ് ദ ഗേൾ ദാറ്റ് ഡോൾ വാസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്. അപ്പോൾ കാഫ്ക എന്താ ഗേളിനോട് പറയുന്നത്, ഡോൾ എന്ത് ചെയ്യാണ്, മാരി ചെയ്യാൻ പോവാണ്, വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് ആരോട് പറയുകയാണ്, ഗേളിനോട് കാഫ്ക പറഞ്ഞു. ഹി ഹാഡ് മെറ്റ് ഹെർ വൈൽ ഓൺ എ ട്രിപ്പ് അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കൺട്രിയിലെ അനദർ പാർട്ട് ഓഫ് ദ കൺട്രിയിൽ വെച്ചിട്ട് അവളെ കണ്ടുമുട്ടിയിട്ടുണ്ടല്ലോ, ട്രിപ്പിൽ പോകുന്ന അവളെ കണ്ടുമുട്ടിയെന്ന് പറയാണ്, കണ്ടു എന്ന് അവിടെ വെച്ച് പറയാണ്. കാഫ്ക ഓൾസോ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. അപ്പോൾ എന്ത് ചെയ്യാണ്, കാഫ്ക ആൾസോ ടോൾഡ് ഹെർ ദാറ്റ്, അവളോട് കൂടി എന്ത് പറയാണ്, ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. അപ്പോൾ ആ ഡോള് വിവാഹം കഴിക്കാൻ പോകുന്ന യങ് മാനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു എന്നൊക്കെ ആര് പറയാണ്, കാഫ്ക ഗേളിനോട് പറയാണ്. ഷീ വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈംസ്. കുറച്ച് കാലമായിട്ട് അവൾക്ക് കത്തുകളൊന്നും എഴുതാത്തത് കൊണ്ട് എന്നോട് മാപ്പും പറഞ്ഞെന്ന്, സോറി എന്ന് പറഞ്ഞെന്ന് പറയാനല്ലേ. ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻ ഫോർ ദ വെഡിങ് വർ ഓവർ. വെഡിങ്ങിൻ്റെ എന്താണ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കത്തുകൾ അയക്കാമെന്ന് അവൾ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്ന് കാഫ്ക ഗേളിനോട് പറയുകയാണല്ലേ. അപ്പോൾ ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ ബട്ട് ഷീ വണ്ടേർഡ് ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ എഗെയിൻ. ഗേൾ എന്താണ്, സന്തോഷമായില്ല ഗേളിന്. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ. ഡോളിൻ്റെ വാക്കുകൾ കേട്ട് നോക്കുമ്പോൾ അവൾക്ക് സന്തോഷമായി. പക്ഷെ അവൾ എന്താണ്, ഷീ വണ്ടേർഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ എഗെയിൻ. എനിക്ക് എന്നാണ് തൻ്റെ ഡോളിനെ കാണാൻ കഴിയുമെന്ന് അവളിങ്ങനെ വിഷമിക്കുകയാണ് അല്ലെ, ചിന്തിക്കുകയാണ്. Then, do you like the ending of the story? Suggest another ending. അപ്പോൾ നിങ്ങളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, ഡു യു ലൈക്ക് ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി. ഈ സ്റ്റോറിയുടെ എൻഡ് പറഞ്ഞാൽ അവസാനം അല്ലേ, ഈ സ്റ്റോറിയുടെ അവസാന ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. സജസ്റ്റ് അനദർ എൻഡിങ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരു എൻഡിങ് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ ഈ കഥ ഇതേ രീതിയിലല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കഥ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഡു യു ലൈക്ക് ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് എങ്കിൽ യെസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നോ എന്നെങ്കിൽ നോ നിങ്ങൾക്ക് എഴുതാം. ഇവിടെ നോ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നോ, ഐ ഡോണ്ട് ലൈക്ക് ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി. എനിക്ക് ഈ സ്റ്റോറിയുടെ എൻഡിങ് ഇഷ്ടപ്പെട്ടിട്ടില്ല.
I would end the story by the doll sending the girl a letter and another doll, quite similar to her, saying that since she was getting married, she will have to live with her husband, and she was thankful to the girl for all the love and care she had shown her when she was with her. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് എഴുതാം. ഞാൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും, ഡോളൊരെഴുത്തും ഡോളിൻ്റെ എഴുത്തും അതിൻ്റെ കൂടെ അവളെപ്പോലെ ഇരിക്കുന്ന വേറൊരു ഡോളും അയക്കുമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. എന്താണ്, ഐ വുഡ് എൻഡ് ദ സ്റ്റോറി ബട്ട് ദ ഡോൾ സെൻഡിങ് ദ ഗേൾ എ ലെറ്റർ ആൻഡ് അനദർ ഡോൾ, മറ്റൊരു ഡോളിനെ അയച്ചു കൊടുക്കും അല്ലേ. ക്വൈറ്റ് സിമിലർ ടു ഹെർ, അവളുടെ ആ ഡോളിൻ്റെ അതേപോലെയുള്ള, saying that since she was getting married, she will have to live with her husband, and she was thankful to girl for all the love and care she had shown her when she was with her. അപ്പോൾ എന്ത് പറയും, എന്നിട്ട് പറയും ഞാൻ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കേണ്ടി വരും, പക്ഷെ ഇത്രയും നാൾ എനിക്ക് തന്ന സ്നേഹത്തിനും പരിചരണത്തിനും ഞാൻ നിന്നോട് എന്നേക്കും കടപ്പെട്ടിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോറി എൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം കൂട്ടുകാരെ, നിങ്ങൾക്ക് മറ്റൊരു രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറി അവസാനിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അല്ലേ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ സ്റ്റോറി വൺസ് അഗെയിൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ്. ഈ സ്റ്റോറി കൂട്ടുകാർ എന്ത് ചെയ്യുക, ഒരു വട്ടം കൂടി വായിച്ച് നോക്കുക. എന്നിട്ട് താഴെ തന്നുള്ളത് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്, ലൊക്കേഷൻ നൽകിയിട്ടുണ്ട്, ദെൻ ക്യാരക്ടേഴ്സും തീമുമാണ്. അപ്പോൾ ലൊക്കേഷൻ നമുക്ക് ഏത് എഴുതാം, യെസ് എ പാർക്ക് ഇൻ ബെർലിൻ അല്ലേ. ദെൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു, യെസ് കാഫ്ക, ദ ഗേൾ ആൻഡ് ദ ഡോൾ അല്ലേ. ദെൻ തീം എന്താണ്, യെസ് ലവ് ഫോർ ലോസ്റ്റ് തിങ്, കൺസോളിങ് ആൻഡ് ഹെൽപ്പിംഗ് ദോസ് ഗ്രീഫ്. ദെൻ ലവ് ഫോർ ലോസ്റ്റ് തിങ്സ്, അതുപോലെ തന്നെ കൺസോളിങ് ആൻഡ് ഹെൽപ്പിംഗ് ദോസ് ഇൻ ഗ്രീഫ്. ദെൻ പ്രിറ്റൻഡിങ് ഈസ് ഗുഡ് ഇഫ് ഇറ്റ് ഹെൽപ്പ് സംവൺ ഇൻ പെയിൻ. അപ്പോൾ ഈ തീമുകളും നിങ്ങളിതുപോലെ എഴുതുക. ഓക്കെ, ദെൻ റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്, സ്റ്റോറി എന്നുള്ള സെൻറ്റൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മളോട് വായിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ, അതൊരു സാറ്റർഡേ ആഫ്റ്റർനൂൺ ആയിരുന്നു. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലെ ഒരു പാർക്കിൽ ആര് നടക്കുകയായിരുന്നു, യെസ് കാഫ്ക നടക്കുകയായിരുന്നു. He met a girl who was crying because she had lost her favorite doll. അവൻ അവിടെ വെച്ച് ആരെയാണ് കണ്ടത്, കാഫ്ക ആരെയാണ് കണ്ടത്, ആ ഒരു ഗേൾ അല്ലേ. അവൾ എന്ത് ചെയ്യുകയായിരുന്നു, യെസ് അവൾ അവളുടെ ഫേവറേറ്റ് ഡോളിനെ നഷ്ടപ്പെട്ടത് കൊണ്ട് കരയുകയായിരുന്നു. Then Kafka comforted the little girl who is great distress. Here is a small part of their conversation. Can you complete it? അപ്പോൾ കാഫ്ക എന്താ ചെയ്തത്, ഗ്രേറ്റ് ഡിസ്ട്രസ് അല്ലേ, ഡിസ്ട്രസ്സിലായിരുന്ന പെൺകുട്ടിയെ എന്ത് ചെയ്യാണ്, കംഫോർട്ട് ചെയ്യാണ് അല്ലേ, സമാധാനിപ്പിക്കുകയാണ്, കംഫോർട്ടാക്കി നിർത്തുകയാണ്. ഹിയർസ് എ സ്മോൾ പാർട്ട് ഓഫ് ദെയർ കോൺവെർസേഷൻ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ സ്മോൾ പാർട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ക്യാൻ യു കംപ്ലീറ്റ് ഇത്, നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കൂ, കാഫ്ക ഫസ്റ്റ് എന്താ ചോദിക്കുന്നത്, ഓ ഡിയർ വൈ ആർ യു ക്രൈയിങ്, ഓ ഡിയർ നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പം ലിറ്റിൽ ഗേൾ എന്താവും പറയുന്നത്, മൈ ലെവി ലെവി മൈ ഡോൾ, ലെവി എൻ്റെ ഡോൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരയുകയാണല്ലേ. അപ്പോൾ കാഫ്ക എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, എന്താണ് നിൻ്റെ ഡോളിന് സംഭവിച്ചതെന്നല്ലേ, അതായത് എന്താണ് നിൻ്റെ ലെവിക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം, യെസ് വാട്ട് ഹാപ്പൻഡ് യുവർ ലെവി. അപ്പോൾ ലിറ്റിൽ ഗേൾ എന്താ പറയുന്നത്, ഐ ലോസ്റ്റ് ഹെർ, ഐ ഡോണ്ട് നോ വേർ ഷീ ഈസ്. എനിക്കത് നഷ്ടമായി, അത് എവിടെയാണ്, അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കാഫ്ക എന്താ പറയുന്നത്, ഡോണ്ട് ക്രൈ, ഐ വിൽ ഹെൽപ്പ് യു ലുക്ക് ഫോർ ഹെർ, ഐ ആം ഷുവർ വി വിൽ ഫൈൻഡ് ഹെർ. അപ്പം കാഫ്ക പറയും എന്താണ്, നീ വിഷമിക്കേണ്ട, ഞാനും നിന്നെ അതിനെ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി നിന്നെ സഹായിക്കാം. ഐ ആം ഷുവർ വി വിൽ ഫൈൻഡ് ഹെർ, എനിക്ക് ഉറപ്പുണ്ട് നമുക്കതിനെ കണ്ടെത്താൻ കഴിയുമെന്ന്. അപ്പോൾ ലിറ്റിൽ ഗേൾ എന്താ പറയുക, താങ്ക് യു സോ മച്ച്, യു ആർ വെരി കൈൻഡ്, വളരെയധികം നന്ദി, നിങ്ങൾ വളരെ ദയുള്ള മനുഷ്യനാണെന്നൊക്കെ പറയല്ലേ. അപ്പോൾ കാഫ്ക പറയാണ്, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഹെൽപ്പ് അതേഴ്സ് ഹു ഹാവ് പ്രോബ്ലംസ്. ഇതിൻ്റെ ഡ്യൂട്ടിയാണല്ലേ, ആരെങ്കിലും പ്രോബ്ലംസൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നുള്ള എൻ്റെ ഒരു ഡ്യൂട്ടിയാണെന്ന് പറയുകയാണ്. അപ്പോൾ ലിറ്റിൽ ഗേൾ എന്താ പറയുന്നത്, ബട്ട് നോട്ട് ഓൾ ദ പീപ്പിൾ ലൈക്ക് യു, യു ആർ റിയലി കൈൻഡ്. പക്ഷേ എല്ലാ ആൾക്കാരും നിങ്ങളെപ്പോലെ ഒന്നല്ല എന്ന് പറയുകയാണല്ലേ. യു ആർ റിയലി കൈൻഡ്, നിങ്ങൾ ശരിക്കും ദയുള്ളൊരു മനുഷ്യനാണെന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ വേർഡ്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, then enact the roles of the little girl and Kafka using the conversation prepared.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത കോൺവെർസേഷനില്ലേ ലിറ്റിൽ ഗേളും കാഫ്കയും തമ്മിലുള്ളത്, അത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ദെൻ ഫോർത്ത് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റർ ഫ്രം ദ ഡോൾ. ഗേൾ എന്ത് ചെയ്യാണ്, ഡോളിൽ നിന്ന് ഇങ്ങനെ ലെറ്റർ അവൾക്ക് കണ്ടിന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ കത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഡോൾ അതിൻ്റെ അഡ്വഞ്ചേഴ്സ് സാഹസികതകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ഈ ലെറ്റേഴ്സൊക്കെ എന്താണ്, ഗേളിനെ സന്തോഷമാക്കി അല്ലേ, അവളെ വളരെയധികം ഡിലൈറ്റഡ് ആക്കി, ഹാപ്പി ആക്കി. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം. ഇതിങ്ങനെ കുറച്ചു കാലം അങ്ങനെ നീണ്ടുപോയി അല്ലേ. ആഫ്റ്റർ റീഡിങ് ദ ലെറ്റേഴ്സ് ഫ്രം ഡോൾ ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹെർ. ഈ ലെറ്ററൊക്കെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്താണ്, ഈ ഗേളിന് എന്ത് ചെയ്യാണ്, അവളെ കാണാനല്ല, ഡോളിനെ കാണാനുള്ള ആഗ്രഹം തോന്നുകയാണ്. ഷീ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ് ബട്ട് ദ ഡോൾ ഡിഡിൻ ടേൺ അപ്പ്. അവൾ എത്ര കാട്ടുന്നിട്ട് എന്താണ്, ഡോൾ തിരിച്ചു വന്നോ, ഇല്ല. ഷീ ഡിസൈഡ് ടു പുട്ട് ഹെർ തോട്ട്സ് ആൻഡ് ഇമോഷൻ ഇൻ ഹെർ ഡയറി. അപ്പോൾ നമ്മുടെ ഗേൾ എന്ത് ചെയ്യാണ്, ലിറ്റിൽ ഗേൾ എന്ത് ചെയ്യാണ്, അവളുടെ ഇമോഷൻസും തോട്ട്സും ഒക്കെ കൂടി അവളുടെ ഡയറിയിൽ എഴുതുകയാണ്. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഡയറി എൻട്രിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഡയറിയുടെ ഫോർമാറ്റ് എങ്ങനെയാണ് നോക്കൂ. മൈ ഡയറി. ഇതിന് കോർണറിലായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡേറ്റും ഡേയും എഴുതാമല്ലേ. തേഴ്സ്ഡേ 18th ജൂലൈ. അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ കൂട്ടുകാരെ, എഴുതുന്ന കാര്യങ്ങളിലൊക്കെ എന്തായിരിക്കണം, പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഡയറിയല്ലേ, കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എഴുതുന്ന കാര്യങ്ങളെല്ലാം പാസ്റ്റ് ടെൻസിലാക്കിയിട്ട് എഴുതുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടുഡേ ആൾസോ ഐ ഗോഡ് എ ലെറ്റർ ഫ്രം മൈ മിസ്സിംഗ് ഡോൾ ലെവി. ഇന്ന് എനിക്ക് എന്താണ്, എൻ്റെ മിസ്സിംഗ് ഡോളായ ലെവിയിൽ നിന്നൊരു ലെറ്റർ കിട്ടി. ഷീ സേസ് ഷീ ഈസ് ഗോയിങ് റൗണ്ട് ദ വേൾഡ് ആൻഡ് ഷീ വാസ് വെരി ഹാപ്പി. അതിൽ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്, ഷീ സേസ്, അവൾ പറയാണ് ഷീ ഈസ് ഗോയിങ് റൗണ്ട് ദ വേൾഡ്, അവൾ വേൾഡൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങുകയാണ് അല്ലേ. ഷീ ഈസ് വെരി ഹാപ്പി, അവൾ വളരെയധികം സന്തോഷത്തിലാണ്. നോ ഷീ ഈസ് ഇൻ പാരീസ്, ഇപ്പോൾ അവൾ പാരീസിലാണ്. ഷീ ഹാസ് സീൻ ദ Eiffel Tower and she was visited the Louvre Museum. അവൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്തെന്ന് പറയാണ്. She says it contained the world's most iconic pieces, paintings, sculptures by the most famous people like Michelangelo, Raphael and Leonardo da Vinci. It has a architectural elements and art object by the other famous or anonymous artists of many different regions and eras. It is all good for her. അവൾക്ക് എന്താണ്, അവൾ കണ്ട കാഴ്ചകളെ കുറിച്ചിട്ടൊക്കെയാണല്ലേ പിന്നെ പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഓൾ ഗുഡ് ഫോർ ഹെർ ബട്ട് ഐ ഫീൽ സോ സാഡ് വിത്തൗട്ട് ഹെർ. അവൾ വളരെയധികം സന്തോഷത്തിലാണ്, പക്ഷെ ഞാൻ എങ്ങനെയാണ്, ബട്ട് ഐ ഫീൽ സോ സാഡ് വിത്തൗട്ട് ഹെർ. അവളില്ലാത്തത് കൊണ്ട് ഞാൻ വളരെയധികം സങ്കടത്തിലാണ്. ഷി വാസ് മൈ കോൺസ്റ്റൻറ്റ് കമ്പാനിയൻ ആൻഡ് നൗ ഐ ആം എലോൺ. അവളായിരുന്നു എൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു കമ്പാനിയൻ എന്ന്, ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലേ. നൗ ഐ ആം എലോൺ, ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഡേ ആൻഡ് നൈറ്റ് ഐ തിങ്ക് ഓഫ് ഹെർ. ഡേയും പകലും രാത്രിയൊക്കെ ഞാൻ അവളെ കുറിച്ച് കൊണ്ട് ചിന്തിക്കുകയാണ്. ഐ പ്രേ ഗോഡ് ടു മേക്ക് മൈ ലെവി കം ബാക്ക് ടു മീ ആസ് ഏർലി ആസ് പോസിബിൾ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അല്ലേ, എപ്പം വേഗം അവളെ തിരിച്ചു കൊണ്ടുവരണമെന്നില്ല. ഐ കാൺ സ്റ്റാൻഡ് ഹെർ ആബ്സെൻസ് എനിമോർ. അവളുടെ ആബ്സെൻസ് ആയിട്ട് എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് അല്ലേ. ഇതൊക്കെ ആയിരിക്കും അവൾ ചിലപ്പം ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഡയറി എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. Then here is a letter written by the doll to the girl. Read it. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു ലെറ്റർ നൽകിയിട്ടുണ്ടല്ലേ, ഡോള് ഗേളിന് എഴുതിയിട്ടുള്ള ലെറ്റർ. അത് നമ്മളോട് വായിച്ചു നോക്കാനാണ് പറയുന്നത്. Dear Irma, how are you? Hope you got all my letters and enjoyed reading them. Dear Irma, how are you? നിനക്ക് സുഖമല്ലേ? Hope you got all my letters and enjoyed reading them. ഞാൻ നിനക്ക് അയച്ച കത്തുകളൊക്കെ നീ വായിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. How can I forget this happy days with you? How can I? എനിക്ക് എങ്ങനെ നിന്നോടൊപ്പമുള്ള സന്തോഷമുള്ള ദിനങ്ങൾ മറക്കാൻ കഴിയും? It was from you I first felt mother's love. നിന്നിൽ നിന്നാണ് ഒരു മദേഴ്സ് ലവ് എനിക്ക് ഫീൽ ചെയ്തെന്നൊക്കെ പറയുകയാണല്ലേ. യു ബാത്ത്ഡ് മീ, ഡ്രസ്ഡ് മീ, ക്യാരിഡ് മീ ഇൻ യുവർ ആംസ് ആൻഡ് മെയ്ഡ് എ ബെഡ് ഫോർ മീ. നീ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്, കുളിപ്പിച്ചു, ഡ്രസ്സ് ചെയ്തു, നിൻ്റെ കൈകളിൽ എടുത്തിട്ട് എന്ത് ചെയ്തു, ബെഡിലൊക്കെ കിടത്തി അല്ലേ. യു വർ ഓൾവേസ് ബിസി വിത്ത് സീയിങ് ക്ലോത്ത്സ് ഫോർ മീ. നീ എപ്പോഴും എന്താണ് ബിസി ആയിരുന്നു, എന്താണ് എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ അല്ലേ, ക്ലോത്ത്സൊക്കെ സ്യൂ എന്ന് പറയുന്ന തുന്നല്ലേ, തുന്നുന്നതിലൊക്കെ നീ
വളരെയധികം ബിസി ആയിരുന്നു. ടേക്ക് മീ എവരിവെർ യു വെൻ ആൻഡ് ഫീഡിങ്, നീ എങ്ങോട്ട് പോകുമ്പോഴും എന്നെ കൊണ്ടുപോകും, അതുപോലെ തന്നെ എന്താണ് എനിക്ക് ഫീഡ് ചെയ്യും. ഹൗ ഐ വിഷ് യു വേർ വിത്ത് മീ നൗ, ഇറ്റ് ഈസ് സച്ച് ഫൺ ഹിയർ, വെൻ ഷാൽ വി മീറ്റ് അഗെയിൻ. അപ്പം പറയാണ് ഹൗ ഐ വിഷ് യു വേർ ഇറ്റ് വിത്ത് മീ നൗ, ഇറ്റ് ഈസ് സച്ച് ഫൺ ഹിയർ, ഇവിടെ വളരെ ഫണ്ണാണ്. വെൻ ഷാൽ വി മീറ്റ്, നമ്മൾ എപ്പോഴാണ് കണ്ടുമുട്ടുക. വിത്ത് ലോഡ്സ് ഓഫ് ലവ്സ് യുവേഴ്സ് ലേവി, ഒരുപാട് സ്നേഹത്തോടെ നിന്റെ ലേവി. നമ്മളോട് എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? ഇമാജിൻ യു ആർ ഇർമ ആൻഡ് റൈറ്റിംഗ് എ റിപ്ലൈ ടു ലേവി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇർമയാണെന്ന് ലിറ്റിൽ ഗേൾ ആണെന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലേവിക്കൊരു റിപ്ലൈ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഫസ്റ്റ് നമുക്ക് എഴുതാം ഡിയറസ്റ്റ് ലേവി. അതിന് മുന്നേ എന്ത് ചെയ്യുക, നമുക്ക് അഡ്രസ്സ് എഴുതാമല്ലേ. 25A ഫ്രെഡറിക് സ്ട്രീറ്റ്, ബെർലിൻ, 4th A 6, then 25th July 1923. Then dearest ലേവി, ഐ ഗോട്ട് യുവർ ലെറ്റർ, താങ്ക്സ്. നിൻ്റെ ലെറ്ററൊക്കെ എനിക്ക് കിട്ടി, നന്ദി എന്ന് പറയുകയാണല്ലേ. യെസ്, ഐ ഹാവ് ബീൻ ഗെറ്റിംഗ് യുവർ ലെറ്റേഴ്സ് ആൻഡ് റീഡിങ് ദം, എൻജോയ് ദം. നീ അയച്ച ലെറ്ററുകളൊക്കെ ഞാൻ വായിച്ചു, ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. ഹാപ്പി ടു നോ യു ആർ എൻജോയ് യുവർ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. നീ എന്താണ് ആ ലോകം ചുറ്റിക്കറങ്ങുന്നതിൽ നീ ആ ട്രിപ്പിൽ വളരെയധികം എൻജോയ് ആണെന്ന്, ഹാപ്പിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണല്ലേ. യു സാഡ് ഐ ഹാഡ് ബീൻ ഗിവിങ് യുവർ motherly love by bathing, dressing and feeding you and carrying you in my arms. Yes, I made a bed for you even as sang lullabies to make you sleep. നീ എനിക്ക് എന്ത് ചെയ്യും, നീയൊക്കെ ബെഡിൽ കിടത്തി അതുപോലെ തന്നെ എന്നെ ഉറക്കാൻ വേണ്ടിയിട്ട് ലുല്ലബീസ് എന്ന് പറഞ്ഞ താരാട്ട് പാട്ടുകളൊക്കെ പാടി തന്നല്ലേ. യെസ്, ഐ വാസ് ഓൾവേസ് ബിസി മേക്കിംഗ് ന്യൂ ക്ലോത്ത്സ് ഫോർ യു ആൻഡ് ടേക്കിംഗ് യു എവരിവെയർ ഐ വെൻറ്റ്. നീ എന്താണ് പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തായിരുന്നു, വളരെയധികം ബിസി ആയിരുന്നു, അതുപോലെ തന്നെ നീ പോകുന്നിടത്തൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണല്ലേ. I did all that because I had not only loved as a mother but also a companion. ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? I did all that because I had not only loved you as a mother but also as a companion. നിന്നെ ഒരു നീ എന്നെ എന്താണ് ഒരു മദറിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ കമ്പാനിയൻ്റെ സ്നേഹമൊക്കെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെന്ന് പറയുകയാണല്ലേ. ഐ ഡോണ്ട് നോ ഹൗ യു സഡൻലി ഡിസൈഡ് ടു ഗോ ഫോർ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ് വിത്തൗട്ട് ടെല്ലിങ് മീ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പെട്ടെന്ന് നീ എന്നെ വിട്ടുകൊണ്ട് എന്താണ് വിത്തൗട്ട് ടെല്ലിങ് മീ, എന്നോടൊരു വാക്ക് പോലും പറയാതെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രിപ്പ് പോയെന്ന് എനിക്ക് അറിയുന്നില്ലല്ലേ. I was so worried about you and went about looking in the path from you had gone away. A gentleman named Kafka was helped me in my search. നിന്നെ തിരയുന്നതിന് വേണ്ടിയിട്ട് എന്തൊരു ജെന്റിൽമാൻ എന്നെ സഹായിച്ചല്ലേ. He consoled me saying that you will be found. അദ്ദേഹം എന്നെ സമാധാനിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞു saying that you will be found, നിന്നെ എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് എന്നോട് പറഞ്ഞു. And then came your first letter which made me happy. അപ്പം നിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എന്നെ വളരെയധികം സന്തോഷത്തിലാക്കി, മേഡ് മീ ഹാപ്പി അല്ലേ, സന്തോഷത്തിലാക്കി എന്നാണ് പറയുന്നത് അല്ലേ. ദെൻ ഐ വുഡ് സർട്ടൻലി ലൈക്ക് ബി വിത്ത് യു ബട്ട് ആസ് യു നോ മൈ പാരൻസ് ആർ നോട്ട് സോ റിച്ച് ആൻഡ് ഗിവ് ഇനഫ് മണി ഫോർ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. എനിക്കിതിൻ്റെ കൂടെ വരണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ്, ബട്ട് ആസ് യു നോ, നിനക്ക് അറിയാമല്ലോ എൻ്റെ പാരൻസിന് അത്ര റിച്ച് ഒന്നല്ലല്ലേ, അവർക്ക് ഇതുപോലെ വേൾഡ് ചുറ്റിക്കറങ്ങാനുള്ള ഒരു ട്രിപ്പിന് പോകാനുള്ള പൈസയൊന്നുമില്ല. സോ ഐ റിക്വസ്റ്റ് യു കം ബാക്ക് ടു മീ ആസ് ഏർലി ആസ് പോസിബിൾ. അതുകൊണ്ട് ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. ഐ റിയലി മിസ് യു ലേവി, എവറി ഡേ ഐ പ്രേ ഫോർ യു. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പ്ലീസ് ഡു കം ബാക്ക്, യുവേഴ്സ് ലവിങ്ലി ഇർമ. നീ ദയവ് ചെയ്ത് എന്ത് ചെയ്യണം, തിരിച്ചു വരണം. സ്നേഹത്തോടു കൂടി ഇർമ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ്, ഇതുപോലുള്ള ലെറ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലെറ്റർ എഴുതുക. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. What if Irma were living our times? Close your book and listen to your teacher. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇർമ ലവ്ഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഇർമ എന്ത് ചെയ്യാണ്, അവളുടെ ഫ്രണ്ടുമായിട്ട് എന്ത് ചെയ്യാണ്, സ്പെൻഡ് ചെയ്യുകയാണല്ലേ. ഇൻ ദി ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. Early in the morning, she would have great fun drawing and painting. But everything changed when she got a smartphone for her birthday. ഇതെല്ലാം മാറി മറിഞ്ഞ് എന്തുകൊണ്ടായിരുന്നു? ബട്ട് എവറിത്തിങ് ചേഞ്ച്ഡ്. അവൾ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്? സ്പെൻഡിങ്, ആദ്യം കൂട്ടുകാരോടൊപ്പം കളിക്കുക അല്ലേ, ലവ് സ്പെൻഡ് ചെയ്തു. ഇൻ ദ ഈവനിങ് വുഡ് ഗോ സൈക്ലിംഗ്. ഈവനിങ്ങിനൊക്കെ അവൾ എന്ത് പോവും, സൈക്ലിംഗ് അല്ലേ, സൈക്കിളോട് ചവിട്ടാൻ പോവും.
ദെൻ ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. ഒരുപാട് നേരം അവൾ എന്ത് ചെയ്യുന്നുണ്ട്, റൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ഓടിക്കും. ഒരു ക്ഷീണവും അവൾക്ക് തോന്നിയിരുന്നില്ല. ഏർലി ഇൻ ദ മോർണിംഗ് ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. മോർണിംഗിൽ തന്നെ അവൾ എന്ത് ചെയ്യും, ഡ്രോയിങ്ങും അതുപോലെ തന്നെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യും. ബട്ട് എവറിത്തിങ് ചേഞ്ച്ഡ് വെൻ ഷീ ഗോട്ട് എ സ്മാർട്ട് ഫോൺ ഫോർ ഹെർ ബർത്ത്ഡേ. അവളുടെ ബർത്ത്ഡേക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയതോടുകൂടി കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അറ്റ് ഫസ്റ്റ് ഇർമ യൂസ്ഡ് ഫോർ ടോക്കിംഗ് ടു ഹെർ ഫ്രണ്ട്സ് ആൻഡ് ടേക്കിംഗ് ഫോട്ടോ. ഫസ്റ്റ് എന്താ അവൾ ഫോൺ ഉപയോഗിച്ചിരുന്നത്, യെസ്, ഫ്രണ്ട്സിനോട് സംസാരിക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനും. ബട്ട് ആസ് ടൈം വെൻ ഓൺ ഷീ ഫൗണ്ട് ഷീ കുഡ് not to take her eyes off the screen. When she started using her smartphone, you would scroll through social media, watch videos and play games for hours. പിന്നീട് എന്തായി അവൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിട്ടോ അതുപോലെ വീഡിയോസ് കണ്ടിട്ടോ ഗെയിംസ് കളിച്ചിട്ടൊക്കെ സമയം കളഞ്ഞു അല്ലേ. ഓഫൻ ഷീ കുഡ് നോട്ട് ഹെൽപ്പ് റീച്ചിങ് for her phone even when she was busy with other things. Irma's mother noticed this and she thought that Irma should not let herself be carried away by the smartphone. Spending time outdoors and enjoying real life moments should be just as important as the digital world to her. Now read the passage, pick out the sentence with words in italics and write them given below. അപ്പോൾ ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ള വേർഡ്സ് ഇല്ലേ, അതാണ് നമ്മളോട് ഇവിടെ താഴെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ളത്? യെസ്, in the evening she would go cycling. The next ഏതൊക്കെയാണ്? she could ride for a long time without getting tired. Then early in the morning she would have great fun drawing and painting. But as time went on she found she could not make her eyes off the screen. Then once she started using her smartphone, she would scroll through social media, watch videos and play games for hours. Then Irma's mother noticed that she thought Irma should not let herself be carried away by the smartphone. Then spending time outdoors and enjoying real life moments should be just as important as the digital world to her. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് ആണല്ലേ. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ സെൻറ്റൻസ് ഫ്രം ദ എബോവ്. അപ്പോൾ ഷുഡ്, വുഡ്, കുഡ്, ഫങ്ഷൻ, എക്സാമ്പിൾ. അപ്പോൾ ഷുഡും വുഡും കുഡും അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ടു റെഫർ ടു ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. അതായത് ഒരാളുടെ ഡ്യൂട്ടിയോ അതുപോലെ തന്നെ കടമയോ അല്ലെങ്കിൽ ഒബ്ലിഗേഷനെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷുഡും വുഡും കുഡും അതിൽ ഷുഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, നോക്കൂ. സ്പെൻഡിങ് ടൈം ഔട്ട്ഡോഴ്സ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൊമെന്റ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ഡിജിറ്റൽ വേൾഡ് ടു ഹർ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഷുഡ് വൈസ് ഏതാ എക്സാമ്പിൾ എഴുതാം. യെസ്, ഇർമാസ് മദർ നോട്ടീസ് ദാറ്റ് ഷീ തോട്ട് ഇർമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരിഡ് അവേ ബൈ ദ സ്മാർട്ട് ഫോൺ. നെക്സ്റ്റ് വുഡ് ആണ് അല്ലേ. റെഫർ ടു പാസ്റ്റ് ഹാബിറ്റ്സിനെ സൂചിപ്പിക്കുന്നതിന്, പണ്ടുണ്ടായിരുന്ന ഹാബിറ്റ്സിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ നമുക്ക് എക്സാമ്പിൾ എഴുതാം? യെസ്, ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. ദ നെക്സ്റ്റ് എഴുതാം, ഏർലി ഇൻ ദ മോർണിംഗ് വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. Then third, once she started using her smartphone, she would scroll through social media, watch videos and play games for hours അല്ലേ. The next could ആണ് അല്ലേ. ഇറ്റ് റിഫർ ടു പാസ്റ്റ് എബിലിറ്റി, പണ്ടുണ്ടായിരുന്ന ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? യെസ്, ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. ദെൻ സെക്കൻഡ് നമുക്ക് എഴുതാം, ബട്ട് ആസ് ടൈം വെൻ ഓൺ ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹെർ ഐസ് ഓഫ് ദ സ്ക്രീൻ. എളുപ്പമല്ലേ? അപ്പോൾ നമ്മൾ ഈ വായിച്ച പാസേജിൽ നിന്ന് തന്നെ നിങ്ങൾ ഇതിൻ്റെ എക്സാമ്പിൾ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. Then 7. Read the following sentence taken from the story. Notice the word in italics. ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ള വേർഡ്സ് നിങ്ങളോട് നോട്ടീസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. He met a girl who was crying because she had lost her favorite doll. Then second എന്താണ്? Kafka had prepared the letter which was meant to be from the doll. Now read this poem. ഇവിടെ ഒരു പോയം നൽകിയിട്ടുണ്ട്, അതും വായിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്നിട്ട് എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? Use the words in italics to complete the following conversation between ദിയ ആൻഡ് മിലൻ. അപ്പോൾ ഇവിടെ ദാറ്റ് നൽകിയിട്ടുണ്ട്, വിച്ച് നൽകിയിട്ടുണ്ട്, വൂ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഹാവ് യു ഹേർഡ് ഓഫ് ദ എർത്ത് ഹീറോസ് ക്ലബ്? നൗ വാട്ട്സ് ദാറ്റ്? നെക്സ്റ്റ് നോക്കൂ. യെസ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കൈൻഡ്സ് ഡാഷ് ആർ റിയലി പാഷനേറ്റ് അബൌട്ട് എൻവിയോൺമെൻറ്റ് കൺസർവേഷൻ. അവിടെ എന്തായിരിക്കും വരിക കൂട്ടുകാരെ? യെസ്, അവിടെ എന്താ വരേണ്ടത് നോക്കൂ.
It's group of kids. They are really passionate about environment conservation. അപ്പോൾ അവിടെ എന്താ വരേണ്ടത്? വൂ എന്നല്ലേ? എന്താ വരേണ്ടത് അവിടെ? Who. Okay, who are really passionate about environment conservation. Then anyone dash wants to make difference. Everyone can play a part in taking care of our planet, they say. അപ്പോൾ anyone എന്ന് കഴിഞ്ഞിട്ട് എന്തായിരിക്കും വരേണ്ടത്? യെസ്, അവിടെയും എന്താണ്? യെസ്, anyone who അല്ലേ? anyone who wants to make, anyone who. Then that's really smart. Do they do anything else? Then they convince the shopkeepers to give up a plastic bags. Theirs are harmful to the environment. അവിടെ എന്തായിരിക്കും വരിക? വിച്ച് ആണല്ലോ. അവിടെ വരേണ്ടത് എന്താണ്? വിച്ച്. Then that's bag achievement. How can I get involved? You can attend their meetings they hold every Friday after school. ഇവിടെ മീറ്റിംഗ്സ് എന്ന് കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്? യെസ്, വിച്ച് അല്ലേ? വിച്ച് ദേ ഹോൾഡ് എവറി ഫ്രൈഡേ ആഫ്റ്റർ സ്കൂൾ. ഐ ആം എക്സൈറ്റഡ് ടു ജോയിൻ. താങ്ക്സ് ഫോർ ടെലിംഗ് മീ അബൌട്ട് ദ ക്ലബ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ചാപ്റ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇതിന് മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും സൈഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.